എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് UDFും കോൺഗ്രസ് ഉള്ളത്. നമുക്കൊപ്പം CPMന്റെ ഒരു പ്രതിനിധി കൂടി ചേരുകയാണ്. LDF നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയായ മുസഫർ അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സർ. സ്വാഗതം. ഗുഡ് മോർണിംഗ് മുസഫർ അഹമ്മദ്. നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. ഇടത് കോട്ട പൊളിക്ക് ഇത്തവണ കിരീടം അഴിച്ചു വെപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജയന്തും തകലയും കൂടി പോയത്. ഇവിടെ കോട്ടയെല്ലാം പണിതത് ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ കോഴിക്കോട് LDFിനെ തുടർച്ചയായി ഓരോ തെരഞ്ഞെടുപ്പിലും മാൻഡേറ്റ് നൽകിക്കൊണ്ടിരിക്കല്ലേ. ഈ പല തെരഞ്ഞെടുപ്പിലെല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിച്ച പല തെരഞ്ഞെടുപ്പുകളിലും കോഴിക്കോട് കോർപ്പറേഷനിലെ 34 സീറ്റ് വരെ ലഭിച്ച UDF മുന്നണി ഇന്ന് എവിടെ നിൽക്കുന്നു കോഴിക്കോട്ട് എന്നുള്ളത് എല്ലാവരും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷയോടെ ഓരോ മുന്നണിയും. ഇപ്പോൾ കേരളത്തിൽ BJP പറഞ്ഞത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ മുന്നോട്ട് വെച്ചു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 10-40 സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞ BJP കേരളത്തിൽ ഇവിടെ എത്തി. അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതൊരു പ്രവർത്തകരെയും ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രഖ്യാപനങ്ങളും വ്യാമോഹങ്ങളും മാത്രമാണ്. മാലിന്യ പ്രശ്നമാണ് അവർ കാര്യമായി ഉന്നയിക്കുന്നത്. മുക്കുപൊത്താതെ പലയിടങ്ങളിലൂടെ നടക്കാൻ കഴിയില്ല എന്ന് അഡ്വക്കേറ്റ് ജയന്ത് പറയുന്നു. അപ്പോൾ ഇത്തവണ വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാവുന്നുണ്ടോ പാർട്ടി? ഒരിക്കലുമില്ല. മാലിന്യ പ്രശ്നമാണ് ഇവർ ഉന്നയിക്കുന്നതെങ്കിൽ ഈ കോഴിക്കോട്ട് നിന്നും ഇവർ വേറെ എവിടെയും യാത്ര ചെയ്തിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും മാലിന്യമുക്തമായ നഗരം ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരമാണ് കോഴിക്കോട്. സംസ്ഥാനത്തെ നഗരസഭകളിൽ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ആരംഭിച്ച അഴക് പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയതിന് 1ാം സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോ? ഇപ്പോൾ കോഴിക്കോട് നഗരമാകെ കാണുന്ന ഈ മാറ്റം പ്രകടമാണ്. കോഴിക്കോടും നമ്മുടെ നാടും എങ്ങനെയായിരുന്നു. അപ്പോൾ പൊതു ഇടങ്ങളിലെ ഈ മാറ്റങ്ങളും വീടുകളും തൊട്ട് മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ കോർപ്പറേഷൻ്റെ സർക്കാരിൻ്റെ ക്യാമ്പയിനോടൊപ്പം നിന്ന് ആളുകളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവശേഷിക്കുന്ന ഈ പറയുന്ന വലിച്ചെറിയൽ സംസ്കാരം വെച്ച് പുലർത്തുന്ന ആളുകളെ കൂടി വരാൻ പോകുന്ന കാലത്ത് ഇതിൻ്റെ ബോധവൽക്കരണത്തിലൂടെയും ശക്തമായ നിലപാടിലൂടെയും നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ. എന്തൊക്കെ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 50 വർഷമായി LDF ഭരണകൂടം കോർപ്പറേഷനിൽ വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് മുൻപാകെ വെക്കുന്ന വികസന പദ്ധതികൾ പ്രധാനപ്പെട്ട കഴിഞ്ഞ 5 വർഷക്കാലത്തെ തിളക്കമാർന്ന നേട്ടങ്ങളുടെ പ്രസിദ്ധീകരിച്ച തിളക്കമുള്ളതാണ്. ഇത് ആഴ്ചകളായി പ്രസിദ്ധീകരിച്ചിട്ട് ഒരക്ഷരം പോലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF പ്രതിപക്ഷമോ പറഞ്ഞില്ല. അതെല്ലാം നിരത്തി വെച്ചിരിക്കുന്ന നേട്ടങ്ങളാണ്. എന്താണ് ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു നഗരം എന്നുള്ള നിലയിൽ ഈ നഗരം വളർന്ന് ഇന്ത്യയിലെയും ലോകത്തിലെയും വളരുന്ന നഗരങ്ങളിൽ മികച്ച നിലയിൽ ഒരു കോഴിക്കോട് എത്തി നിൽക്കുന്നു. കോഴിക്കോട് ഒരു 10-20 വർഷം മുമ്പേ വന്നിരുന്നവർ, ഇവിടെ താമസിച്ചവരൊക്കെ കോഴിക്കോടിനെ കുറിച്ച് എത്ര ആത്മാർത്ഥമായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളെക്കുറിച്ച്. എന്തെല്ലാം കടപ്പുറത്തിന്റെ അടക്കം മുഖച്ഛായ മാറ്റി. പക്ഷെ 50 വർഷം എടുത്തു എന്നൊക്കെയാണ് ജയന്ത് അല്പസമയം മുമ്പ് പറഞ്ഞത്. ഈ ബീച്ച് എന്ന് പറയുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ പോലും ഈ ബീച്ചിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഈ ഒരു 2 വർഷക്കാലത്ത് നടത്തിയ ഒരു വലിയ ഫുഡ് സ്ട്രീറ്റിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ നഗരസഭ ഈ ടൈമിൽ നടപ്പാക്കിയ ഏറ്റവും മികച്ച പ്രവർത്തനം. അത് കേരളത്തിലെല്ലാവരും, കേരളത്തിന് വെളിയിലുള്ള മലയാളികളെല്ലാം ഏറെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ഏറ്റുവാങ്ങിയ പദ്ധതിയാണ്. അപ്പോൾ അത് 50 വർഷമെടുത്ത പദ്ധതിയല്ല, നമുക്ക് ഈ 2 വർഷം കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ്. ഒരു 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ കാലയളവിൽ ലഭ്യമാകുന്ന അധികാരത്തിൻ്റെയും ചുമതലകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ട് പോയതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം ഈ 5 വർഷക്കാലം നടത്തിയത് വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓരോന്നും ഞാനെടുത്ത് പറയുന്നില്ല. ഇത്തവണ സംസ്ഥാനത്തുടനീളം ഒരു UDF തരംഗം ആഞ്ഞടിക്കുന്നുണ്ടെന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുണ്ടോ? UDFിനുള്ളിൽ തരംഗം നടക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി ചർച്ച ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു മരിച്ച ഒരു വീടിന്നാണ് വരുന്നത്. അവിടെ UDF അനുകൂലികളായ ആളുകൾ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ സംസാരിച്ചു വരാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല സുവർണ്ണകാലമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. നിങ്ങളിപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരായ ആളുകൾ പ്രകടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? രാഷ്ട്രീയമായി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത്? ഇപ്പോൾ ദേശീയ തലത്തിലെ നയങ്ങളില്ല, സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ നയങ്ങളെന്ന് പറയുന്നത് ഒരു എല്ലാറ്റിനെയും നിഷേധ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. കേരളം മുന്നോട്ട് പോകുമ്പോൾ
വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇതിലൊക്കെ UDF കോൺഗ്രസിന്റെ പാപ്പരത്വം വെളിവാകുന്ന ഒരു പാപ്പരത്വം വെളിവാകും. നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. ഇനി ജയിച്ചു വന്നാൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുസഫർ അഹമ്മദ് മേയറാവാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ മേയറായാൽ കോഴിക്കോടിന്റെ വികസനത്തിനായി മനസ്സിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് വേഗത്തിൽ പറയുകയാണെങ്കിൽ? കോഴിക്കോട് LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു വന്നാൽ അതിൽ മേയർ അതുപോലുള്ള ചുമതലകൾ നിർവഹിക്കേണ്ട തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അങ്ങനെയാണ് LDFന്റെയും CPMന്റെയും എക്കാലത്തെയും ഒരു സംഘടനാപരമായിട്ടുള്ള അതിൻ്റെ സമീപനവും രീതിയും. അതുകൊണ്ട് മേയർ തെരഞ്ഞെടുക്കപ്പെടുന്ന മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോഴിക്കോടിൻ്റെ തുടർച്ചയായി ഒരുപാട് പദ്ധതികൾ ഈ ഭരണസമിതി കാലത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാഹിത്യ നഗര പദവി എന്നുള്ള നിലക്ക് നമുക്ക് ലഭിച്ച അംഗീകാരം അന്തർദേശീയ തലത്തിലേക്കുള്ളൊരു വലിയ വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. അതിന് ഈ നഗരത്തിൽ നമ്മൾ ഇവിടെ നടപ്പാക്കാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന അന്തർദേശീയ വേദി തന്നെ ഈ ടാഗോർ കൾച്ചറൽ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള 2000-ഓളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്തരം പദ്ധതികളുടെ തുടക്കത്തിലേക്ക് പോവുകയാണ്. കുട്ടികൾക്കായിട്ടുള്ള ഓപ്പൺ സ്പേസുകൾ വർദ്ധിപ്പിക്കുക, വിനോദത്തിനായിട്ടുള്ള 8 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ലയൺസ് പാർക്കിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കൗൺസിലിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും ഈ നഗരത്തിൻ്റെ ഭാവി വികസനത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അംഗീകരിച്ച ഒരു മാസ്റ്റർ പ്ലാൻ, അത് ജലാശയങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, നമ്മുടെ കായിക മേഖലയിലെ വികസനം, നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അന്തർദേശീയ തലത്തിൽ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തും വയോജന രംഗത്തും എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റം കോഴിക്കോടിനെ ലോകോത്തരമായ ഒരു സിറ്റിയാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നമാണ്. കോട്ട കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട്. അല്ല, ഈ വാർഡ് പുനർവിഭജനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പാകപ്പെട്ട രീതിയിൽ നിങ്ങൾ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ ആരോപണങ്ങളും അതിനപ്പുറമുള്ള ആരോപണങ്ങളും വീണ്ടും നിങ്ങൾ കേട്ടല്ലോ. ഈ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് പോയി കോടതി അത് പരിശോധിച്ച് തള്ളിക്കളയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച കോൺഗ്രസ് ഉന്നയിക്കപ്പെട്ട വെളിവാക്കപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു. ചാലപ്പുറം വാർഡ് BJPക്ക് അനുകൂലമായി വിഭജിച്ചു എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഇത്രയും കാലം കോൺഗ്രസ് ജയിച്ചു വന്ന ആ വാർഡിനകത്ത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി അടക്കം ജയിച്ചു വന്ന ആ വാർഡിനകത്ത് കോൺഗ്രസ് ഉപേക്ഷിച്ചോ വാർഡ്? BJP ജയിക്കാതിരിക്കാനാണെങ്കിൽ കോൺഗ്രസ് മത്സരിക്കണ്ടേ? അവിടുത്തെ ഒരു ചെറിയ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് കോൺഗ്രസ് BJPക്ക് അനുകൂലമായി പറഞ്ഞു. വാർഡ് വിഭജനം തൊട്ട് ഇപ്പോൾ VM ബിനുവിൻ്റെ വോട്ട് ഇല്ലാതെ ഉൾപ്പെടെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുകയാണ്. അതിൻ്റെ വസ്തു എന്താണെന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ വാർഡ് 2010 UDF വിഭജിച്ചിട്ട് പോലും LDF ജയിച്ചു വന്നു. കോഴിക്കോട് കേരളത്തിലും ജയിച്ചു വന്നു. അപ്പോൾ വാർഡ് വിഭജനം കൊണ്ട് ഏതെങ്കിലും കുറുക്ക് വഴികളിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന രീതി LDF സ്വീകരിക്കാറില്ല. അതുകൊണ്ട് വാർഡ് വിഭജനം എന്നുള്ളത് നല്ല പ്രശ്നം ജനങ്ങളുടെ മനസ്സിൻ്റെ വിഭജനമാണ്. ശരി ശരി. എന്തായാലും